കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഉണ്ടായ ഇന്ധന ചോർച്ചയിൽ ഇന്ന് സംയുക്ത പരിശോധന നടക്കും. വിവിധ വകുപ്പുകൾ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മലിനീകരണവും അപകട ഭീതിയും കൊണ്ട് ജനങ്ങൾ ഇപ്പോഴും ആശങ്കയിലാണ്. ലിജോ വഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇന്നലെ ഉണ്ടായ ഇന്ധന ചോർച്ചയിൽ വലിയ തോതിലുള്ള ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുള്ളത്. അത് പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം ഇവിടെ ഡെപ്യൂട്ടി കളക്ടറും അതോടൊപ്പം തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ആളുകൾ എത്തുകയും അവർ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ഒപ്പം തന്നെ നാട്ടുകാരുമായും ചർച്ച നടത്തി. ഈ ചർച്ചയിൽ പ്രധാനമായി ഇന്ന് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഒരു സംയുക്ത പരിശോധനയാണ്. അത് ഇവിടെയുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു സംയുക്ത പരിശോധന നടത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കളക്ടർക്ക് നൽകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഡെപ്യൂട്ടി കളക്ടർ അനിതാകുമാരി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഈ ജലാശയങ്ങളടക്കം ഇത്തരത്തിൽ ഇന്ധനം ചോർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചോർന്നെത്തിയിട്ടുണ്ടോ, അതിൻ്റെ അംശമുണ്ടോ എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിഷയമാണ്. അത് പുഴയിലും കടലിലും മാത്രമല്ല കിണറുകളിലടക്കം ജലാശയങ്ങളിൽ അത്തരത്തിൽ എത്തിയത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇക്കാര്യത്തിൽ എന്ത് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒപ്പം പുതിയൊരു സംവിധാനം ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഈ സംഭരണശാലയിൽ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. അതായത് ഓവർഫ്ലോ മോണിറ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനത്തിലുള്ള ഒരു പിശകാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വലിയ തോതിൽ, അതായത് 1000-ലധികം ലിറ്റർ ഇന്ധനം പുറത്തേക്ക് പോകാനുള്ള ഒരു കാര്യമായി പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ ഫാക്ടറി ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതാണ്ട് 700 ലിറ്റർ താഴെ മാത്രമാണ് ഇന്ധനം പുറത്തേക്ക് പോയതെന്നാണ്. പിന്നീട് ചോദിച്ചപ്പോഴാണ് ഇത് കൃത്യമായ ഒരു അളവ് ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം വിശദീകരിക്കാൻ അവർ തയ്യാറായത്. അതായത് എത്ര ലിറ്റർ ആണ് പുറത്തേക്ക് പോയതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായൊരു കാര്യം, എത്ര ലിറ്റർ ഡീസൽ പുറത്തേക്ക് പോയെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായി പറയുന്നില്ല. പലയിടങ്ങളിലായും ഇപ്പോഴും ഡീസൽ തങ്ങിക്കിടക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഇത് പുറത്തേക്ക് എടുക്കാൻ അല്ലെങ്കിൽ അത് ശേഖരിക്കാനുള്ള നീക്കങ്ങൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും കളക്ടറുടെ തുടർ നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.